ഹായ് ഗായ്സ്, ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ്. വേറെ ഒന്നുമല്ല, എവിടെ നോക്കിയാലും അശ്വിൻ ഗോക്ക്. ഈ ഇപ്പോൾ സിനിമാക്കാർ പറയുന്ന പുള്ളി പൈസ മേടിച്ച പുള്ളിക്ക് അങ്ങനെ പൈസ മേടിച്ചിട്ട് ഒരു റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്ക് അത്രയ്ക്ക് റീച്ച് ഉണ്ട്. പുള്ളി ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ പുള്ളി നാച്ചുറൽ ആയിട്ട് തന്നെയാണ് എല്ലാം പറയുന്നതും ചെയ്യുന്നതൊക്കെ. കുറേ വർഷങ്ങളായിട്ട് ഈ റിവ്യൂ വീഡിയോസ് ഇടുന്നതാണ്. അപ്പം ഞാൻ പുള്ളിയുടെ എല്ലാ മിക്ക വീഡിയോസും തന്നെ കാണാറുണ്ട്. അത് ഞാൻ ഭയങ്കര എന്റർടൈൻ ആണ് പുള്ളിയുടെ വീഡിയോസിൽ. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഈ ഇത്ര ഫേമസ് ആവാനും ഇത്രയും വൈറലായി പുള്ളിയുടെ വീഡിയോസ് പോകാനും കാരണം പുള്ളി നല്ലൊരു എന്റർടൈനിങ് ആയതുകൊണ്ടാണ്. സിനിമാക്കാരല്ലാതെ വേറെ കുറച്ച് പേരും പുള്ളിക്കെതിരെ ഇപ്പോൾ പറയുന്നുണ്ട്. കമന്റ് ബോക്സ് എടുത്താലും പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, മലയാള ഇൻഡസ്ട്രി വളരാൻ പുള്ളി തടസ്സം നിൽക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ റിവ്യൂ അല്ലെങ്കിൽ സിനിമേനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നത് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കൊരു സാധനം ഇഷ്ടമാണെന്ന് കരുതി അത് തന്നെയാണ് ശരിയെന്നല്ല. അല്ലെങ്കിൽ അശ്വിൻ ഗോക്ക് പറഞ്ഞത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പുള്ളിക്ക് ആ സമയത്ത് ഫീൽ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് പുള്ളിയെ സിനിമേനെ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ല് എന്റർടൈൻമെന്റ് സാധനം എങ്ങനെ പുള്ളിക്ക് കിട്ടി എന്നുള്ളതാണ് പുള്ളി നമ്മളോട് പറയുന്നത്. അതായത് പുള്ളി ഇത് കണ്ടിട്ട് പുള്ളിയുടെ നിങ്ങളെല്ലാവരും സിനിമയ്ക്ക് പോരുതെന്നൊന്നും പുള്ളി ഒരു വീഡിയോസിന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്റർടൈനിങ് അല്ലാത്ത സിനിമകൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സിനിമകളൊന്നും ആളുകൾ സ്വീകരിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ സിനിമയെ കുറിച്ച് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് എല്ലാം അറിയാമെന്ന് വിചാരിച്ച് പറയുന്ന ആളുകളുണ്ടാവും. അവരെ അല്ല, സാധാ പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ലെജൻസിന് വേണ്ടി കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ ടിക്കറ്റ് അവർക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ. എല്ലാവർക്കും ഈ ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ കയറ്റുണ്ടല്ലോ. തിയേറ്ററിൽ അങ്ങനെ കയറ്റുമ്പോൾ ഒരു ആൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അങ്ങനെ ആളുകൾ പറയും. അല്ലാതെ റിവ്യൂവിനെ മാത്രം കുറ്റം പറഞ്ഞ് അത് തെറ്റാണ്, ബാക്കിയുള്ളത് ശരിയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല പടങ്ങളല്ലെങ്കിൽ ആളുകൾ അത് പൊട്ടിച്ച് കൈ കൊടുക്കും. അതിന് ഇഷ്ടം പോലെ എക്സാമ്പിൾ ഇട്ട്. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും.